നമസ്കാരം കൂട്ടുകാരെ, ലക്ഷ്മി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്നൊരു സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചെറിയൊരു പാക്കറ്റ് അണ്ടിപ്പരിപ്പിൻ്റെയാണ്. അതൊന്ന് വറുത്ത് കോരിയെടുത്ത് കുറച്ച് മുന്തിരിങ്ങയിട്ട് അതും വറുത്ത് കോരിയെടുത്തു. എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ സേമിയ നന്നാക്കി ചെറുതാക്കി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ നെയ്യിലേക്ക് വെച്ച് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ വറുത്ത് കോരിയ നെയ്യിലേക്ക് തന്നെ ഈ സേമിയ ഇട്ട് നല്ലപോലെ സേമിയ വറുത്ത് കോരിയെടുത്തു. എന്നിട്ട് നല്ലപോലെ അതും വറുത്ത് കോരിയെടുത്തതിന് ശേഷം നമ്മളൊരു 1.5 ലിറ്റർ പാലൊഴിച്ചു. ആ 1.5 ലിറ്റർ പാലെടുത്ത പാത്രത്തിൽ നിന്ന് അത്രയും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു. ഏകദേശം ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കുറച്ച് ഏലക്കപ്പൊടി ഇട്ടു, പാകത്തിന് മധുരം ഇട്ടു. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറ്റി കുറുകി വന്നപ്പോൾ നമ്മളതിൽ സേമിയ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ നല്ല വെന്ത് കുറുകി വന്നതിൻ്റെ ശേഷം വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതിലിട്ടിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബായ്. അങ്ങനെ നമ്മുടെ സേമിയ പായസം ഇതാ റെഡിയായി. ഒരു സ്പൂൺ അരിപ്പൊടി കുറച്ച് അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നു. അതും കൂടി നമ്മൾ ഈ സേമിയത്തിൽ ഒഴിച്ച് അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ സേമിയ പായസം നല്ലപോലെ കുറുകി വന്നതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്ത് കോരി വെച്ച് നമ്മൾ അതിലേക്ക് ഇട്ടു. അങ്ങനെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബായ്.